കാണാലോ, സ്ക്രീൻ കാണാലോ. ഓക്കെ, ഇതെന്താണ് ഇങ്ങനെ വന്നേ? ഹലോ ഓക്കെ എന്ന് വി ഡോണ്ട് നോ. ഓക്കെ, അമല എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓ, ഇത് ഞാൻ പറയുന്നതിന്റെ ആണല്ലേ? ഹലോ, ആവട്ടെ. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊജക്ട് റൺ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊജക്റ്റിനകത്ത് നമ്മളിപ്പോൾ ആകെ എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസർ റൗട്ട്സ്, ഓതർ റൗട്ട്സ്. ഓക്കെ, ഇവിടെ യൂസർ ലോഗിൻ ഉണ്ട്. യൂസറിന് സൈനപ്പ് ചെയ്യാം, യൂസറിന് ലോഗിൻ ചെയ്യാം. ഇല്ല, യൂസർ സൈനപ്പ് ഉണ്ട്, യൂസർ ലോഗിൻ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തില്ല, ഇപ്പം ഇവിടെ നമുക്ക് അഡ്മിനെയും കൂടെ കൊണ്ടുവരാം. ഇതിനകത്ത് ആകെ ഒറ്റ ലോഗിനും ഒറ്റ സൈനപ്പേ ഉള്ളൂ. അതുപോലെ തന്നെ യൂസറിന് കയറിയിട്ട് തന്നെ യൂസറിന് എന്ത് ചെയ്യാം, യൂസറായിട്ട് ഞാൻ ലോഗിൻ ചെയ്യുവാണെങ്കിൽ യൂസറിന് ബുക്ക് ആഡ് ചെയ്യാം. ഇല്ലേ, നമ്മൾ ലാസ്റ്റ് ഓക്കെ, നമ്മൾ ഗെറ്റ് ചെയ്യാം, ബുക്ക് ഗെറ്റ് ചെയ്യുന്ന കാര്യം പഠിച്ചു ഇല്ലേ? അത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ ആപ്ലിക്കേഷനകത്ത് അഡ്മിനായിട്ട് ലോഗിൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അയാൾക്ക് ഈ പറഞ്ഞ പോലെ എന്താ ബുക്കിനെ ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ചോ. അതായത് ഈ ബുക്ക് ഡിലീറ്റ് റൗട്ട് അഡ്മിന് മാത്രമേ വർക്ക് ആവാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ഈ കേസ്, കറണ്ട് കേസ് നോക്കുവാണെങ്കിൽ ചെക്ക് ടോക്കൺ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ലോഗിൻ ചെയ്ത ഒരാൾക്ക്, ഇപ്പം നമ്മൾ ചെക്ക് ടോക്കൺ ആഡ് ചെയ്യുകയാണെങ്കിൽ ലോഗിൻ ചെയ്ത ഒരാൾക്ക് ആര് അഡ്മിനായിട്ട് ലോഗിൻ ചെയ്താലും യൂസറായിട്ട് ലോഗിൻ ചെയ്താലും ആര് ലോഗിൻ ചെയ്താലും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, എല്ലാം വർക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ ഇതിനെ ഒന്ന് മാറ്റാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി വെച്ചാൽ, ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, നമ്മൾ ഈ മിഡിൽ വെയറും ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ആ സമയത്ത് നമ്മൾ ഒരാൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അയാൾക്ക് നമ്മൾ ഒരു ടോക്കൺ സെൻഡ് ചെയ്യും അല്ലേ? അപ്പോൾ ആ ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സീക്രട്ട് കീ എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ സീക്രട്ട് കീ ഉണ്ട്, ഇതാണ് സീക്രട്ട് കീ. അപ്പോൾ നമ്മൾ ടോക്കൺ സെൻഡ് ചെയ്യും, ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സീക്രട്ട് കീ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മളൊരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഈ സീക്രട്ട് കീ നമ്മുടെ കോഡിനകത്ത് ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കാറില്ല. അതിന് പകരം നമ്മൾ എന്ത് വെച്ചാൽ സീക്രട്ട് കീ നമ്മൾ മറ്റൊരു ഫയലിലാണ് സ്റ്റോർ ചെയ്യുക. അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ്, നമ്മുടെ ഒരു ആപ്ലിക്കേഷനകത്തുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുമ്പോൾ ഈ സീക്രട്ട് കീകൾ സെൻസിറ്റീവ് ആണ്. അതുപോലെ തന്നെ എന്താ, നമ്മുടെ പാസ്വേഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പൊതുവേ സ്റ്റോർ ചെയ്യുന്നത് മറ്റൊരു ഫയലിലാണ്. ആ ഫയലിൻ്റെ പേരാണ് .tnv. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഷെയർ ചെയ്യുന്ന, നമ്മുടെ കോഡ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഈ ഒരു env ഫയൽ ഷെയർ ചെയ്യില്ല. env ഫയലിനകത്ത് നമ്മൾ ഫുൾ ഡാറ്റ വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്നും ആർക്കും ഷെയർ ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഞാൻ നോക്കി env ഫയൽ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ വന്നിട്ട് കീ വാല്യൂ പെയർ ആയിട്ട് നമുക്ക് ഡാറ്റാസ് എഴുതാം. ഇപ്പം നമ്മുടെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കീ ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പോകുക വെച്ചാൽ സീക്രട്ട് കീ എന്ന് പറയുന്നൊരു കീയിൽ ഞാനിവിടെ സീക്രട്ട് കീ ആഡ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ സീക്രട്ട് കീ. ഓക്കെ, ഞാൻ സീക്രട്ട് കീ ജനറേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ സീക്രട്ട് കീ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സീക്രട്ട് കീ ഈ ഒരു .tnv ഫയലിനകത്താണ് നമ്മുടെ സെൻസിറ്റീവ് കണ്ടന്റ്സ് എല്ലാം സ്റ്റോർ ചെയ്യുക. ഈ സ്റ്റോർ ചെയ്ത ഡാറ്റയാണ് നമുക്ക് ഇവിടെ കീ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ .tnv ഫയലിലുള്ള ഡാറ്റ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലുള്ള ഫയൽസിലേക്ക് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഒരു പാക്കേജ് ഉപയോഗിക്കണം. അതാണ് .tnv എന്ന് പറഞ്ഞ പാക്കേജ്. അപ്പോൾ നിങ്ങൾ നോക്കിയോ, ഞാൻ അവിടെ ചെയ്യാൻ പോകുന്ന നോക്കിയോ, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ടേ. എന്നിട്ട് npm i .env എന്ന് പറയുന്ന ഫയൽ. അപ്പം ഇതൊരു പാക്കേജാണ്. ഈ പാക്കേജ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് ഞാൻ റൺ ചെയ്യുന്നു, npm rundown. ഓക്കെ, അപ്പോൾ നമുക്ക് .envയുടെ പാക്കേജ് ഒന്ന് കയറി നോക്കാം. .env നല്ല ഡൗൺലോഡ്സ് ഉള്ള പാക്കേജാണ്. നമ്മൾ താഴേക്ക് വരുവാണെങ്കിൽ ഇവരെങ്ങനെ ഇത് യൂസ് ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, require.env.conf. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ വരിക. എന്നിട്ട് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡർ വരിക, ഏറ്റവും മുകളിൽ വന്നിട്ട് റിക്വയർ ഇങ്ങനെ വേണേൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, const .env
ഈക്വൽ ടു റിക്വയർ ഡോട്ട് എൻ വി. ഓക്കെ, നമ്മൾ ആദ്യം ഡോട്ട് എൻ വിയെ റിക്വയർ ചെയ്യുക. അതിനുശേഷം ഇവിടെ വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഡോട്ട് എൻ വി ഡോട്ട് കോൺഫിഗ് എന്ന് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ എൻ വി ഫയലിലേക്കുള്ള പാത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്ന സർവർ ഡോട്ട് ജെയ്സിലാണ്. അവിടുന്ന് എൻ വി ഫയലിലേക്കുള്ള പാത്ത് ഡോട്ട് സ്ലാഷ് ഡോട്ട് എൻ വി. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ ഡോട്ട് എൻ വി ഫയലിൽ എഴുതിയേക്കുന്ന ഓരോ കീ വാല്യൂ പേഴ്സ് നമുക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം. നോക്കിക്കോ, നമുക്കൊന്ന് എടുത്ത് നോക്കാം. എന്നിട്ട് ഫ്രൂട്ട് എന്ന് പറഞ്ഞ കീയിൽ ഞാൻ ആപ്പിൾ എന്ന് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് കോമ. ഇനി ഇത് നമ്മുടെ ഡോട്ട് എൻ വി ഫയലുള്ള ഒരു സാധനം നോക്കി ഇവിടെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഒരു ഒബ്ജക്റ്റ് ഉണ്ട് പ്രോസസ്, എന്നിട്ട് ഡോട്ട് ഇ എൻ വി എന്ന് കൊടുക്കുക, ഡോട്ട് ആ പേര് കൊടുക്കുക. നമ്മൾ കൊടുത്തേക്കുന്ന ഫ്രൂട്ട് എന്നാണ്, ഫ്രൂട്ട് എന്ന് ഞാൻ കൊടുത്തു. സേവ് ചെയ്യുന്നു. നോക്കിയേ, ആപ്പ് ഈസ് റണ്ണിങ് ആയിട്ട് നമ്മൾ കിട്ടി, അതിൻ്റെ കൂടെ ആപ്പിളും കിട്ടി. അതായത് ഈ ഡോട്ട് എൻ വി ഫയലിലുള്ള കീ വാല്യൂ പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതുന്നതിനെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താം. നമ്മൾ ആദ്യമേ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം ഈ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിൻ്റെ കോൺഫിഗറേഷൻ കൊടുക്കുക. അതിനുശേഷം ഇവിടെ വരിക, എന്നിട്ട് പ്രോസസ് ഡോട്ട് ഇ എൻ വി ഡോട്ട് ഈ കീയുടെ പേര് കൊടുത്താൽ ആ വാല്യൂ അവിടെ കിട്ടും. ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ മനസ്സിലായോ? നോക്കിക്കോ, ഞാൻ പറയാം. നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഡോട്ട് ഇ എൻ വി എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഫയലിനകത്ത് നമ്മൾ കീ വാല്യൂ പെയർ, ഇത് എഴുതുന്ന രീതി നോക്കിയോ, ഒരു കീ എഴുതുക ഈക്വൽ ടു ഒരു വാല്യൂ എഴുതുക. ഇവിടെ കോഡ്സ് ഒന്നും വേണ്ട. നമ്മൾ സാറിന് ജാവാസ്ക്രിപ്റ്റിനകത്ത് വേരിയബിൾ എഴുതുന്ന പോലെ അല്ല, ഇവിടെ ഒരു കീ ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. ഇങ്ങനെ നമുക്ക് കീ വാല്യൂ പേഴ്സ് എഴുതാം. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നീ ആലോചിക്കേ, നീ ഒരു പ്രൊജക്ട് ചെയ്യുന്നു, നീ ആ പ്രൊജക്ടിന്റെ ഫയൽ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്യുമ്പോൾ നീ ആ പ്രൊജക്ടിനകത്ത് സീക്രട്ട് കീ എഴുതിയിട്ടുണ്ടാവാം. അതുപോലെ നീ ആ പ്രൊജക്ടിനകത്ത് നിന്റെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ എഴുതിയിട്ടുണ്ടാവും പ്രൊജക്ട് റൺ ചെയ്യാൻ വേണ്ടി, അല്ലേ? അപ്പം അത് നീ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നീ എന്ത് ചെയ്യണം, ഇപ്പൊ കുറെ സ്ഥലങ്ങളിൽ നീ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. നീ എല്ലായിടത്തും പോയിട്ട് അത് മാറ്റിയിട്ട് ഷെയർ ചെയ്യണം. അതൊരു ബുദ്ധിമുട്ടല്ലേ? ഷെയർ ഇപ്പൊ നിനക്ക് അറിയാം സെൻസിറ്റീവ് ഡേറ്റയാണ്. ഇനി നീ ഓർക്കാതെ നീ സെൻഡ് ചെയ്താലും അത്രയും ഡേറ്റ അവർക്ക് കിട്ടും. അപ്പൊ നീ ഇതിന്റെ പ്രോഗ്രാം ചിലപ്പോൾ ഒരു വലിയ പ്രൊജക്ട് ഫോൾഡർ ആയിരിക്കും, അതിനകത്ത് പല ഫയൽസിലും നീ ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം നീ പോയി മാറ്റാൻ നിൽക്കണം സെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. പിന്നെ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് പിന്നെയും പഴയ പോലെ ആക്കണം, അല്ലേ? ബുദ്ധിമുട്ടല്ലേ? ഓക്കെ, അപ്പം അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഈ സീക്രട്ട് ഡേറ്റാസ് ഒക്കെ നമ്മൾ ഒരു ഫയലിൽ എഴുതി വെക്കും. എന്നിട്ട് ആ ഫയലിൽ നമ്മളൊരു കീ കൊടുക്കും, സീക്രട്ട് കീ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കീ കൊടുക്കും. എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇപ്പൊ ഞാൻ സീക്രട്ട് കീ എന്ന് പറഞ്ഞ ഒരു കീ എഴുതി. ഞാനിവിടെ അടുത്ത് എഴുതുന്നു ഫ്രൂട്ട് എന്ന് പറയുന്നൊരു കീയിൽ ഞാൻ ആപ്പിൾ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ കീ പേരായിട്ട് എഴുതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇത് എഴുതേണ്ടത് ഡോട്ട് എൻ വി എന്ന് പറയുന്ന ഒരു ഫയലിലാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഒരു പാക്കേജ് യൂസ് ചെയ്യുക, ഡോട്ട് ടി എൻ വി എന്ന് പറയുന്ന പാക്കേജ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനെ കോൺഫിഗർ ചെയ്യുക. അപ്പൊ അതിനെ റിക്വയർ ചെയ്തു, അതിനെ കോൺഫിഗർ ചെയ്ത് എങ്ങനെയാ വെച്ചാൽ ഡോട്ട് ടി എൻ വി ഡോട്ട് കോൺഫിഗ് ബ്രാക്കറ്റിൽ നമ്മുടെ ഇ എൻ വി ഫയലിലേക്കുള്ള പാത്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് റൺ ആവുന്ന സമയത്ത് ഈ ഇ എൻ വി ഫയലിലുള്ള എല്ലാ കോഡുകളും ഇതിലേക്ക് ലോഡാവും. ലോഡാകും ഇൻ ദ സെൻസ് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് പ്രോസസ് ഡോട്ട് ഇ എൻ വി ഡോട്ട് ഈ കീ വിളിച്ചു കഴിഞ്ഞാൽ ആ വാല്യൂ ഇവിടെ വരും. ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ നോക്കിക്കോ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു സീക്രട്ട് കീ എഴുതിയല്ലോ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാല്, ഇനി നമ്മൾ സീക്രട്ട് കീ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ യൂസറിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്നില്ലേ? നമ്മളിവിടെ കീ എന്ന് പറഞ്ഞ് കൊടുക്കുക. പകരം നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ വന്നിട്ട് കീക്ക് വരും പ്രോസസ് ഡോട്ട് ഇ എൻ വി ഡോട്ട് സീക്രട്ട് കീ സേവ് ചെയ്യുന്നു. അതുപോലെ മിഡിൽ വേസിന്റെ അടുത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ എഴുതുന്നില്ല. അപ്പൊ നമുക്കിവിടെ ഒറ്റ എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ് ഡോട്ട് ഇ എൻ വി ഡോട്ട് സീക്രട്ട് കീ. മനസ്സിലായത്? അതായത് എഴുതി വെച്ചിട്ട് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ.
ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ റോൾ ബേസ്ഡ് ഒതന്റിക്കേഷൻ. ഇപ്പോൾ റോൾ ബേസ്ഡ് ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടി യൂസർ റൗട്ടോടെ നമുക്കൊരു അഡ്മിൻ റൗട്ടോടെ എഴുതാം. ഞാൻ തന്നെ കോപ്പി ചെയ്തു, എന്നിട്ട് അഡ്മിൻ റൗട്ട്, അതുപോലെ യൂസർ കൺട്രോളേഴ്സ്, അത് കോപ്പി ചെയ്യുന്നു, റീനെയിം അല്ല, കോപ്പി ചെയ്യണം, കോപ്പി, റീനെയിം, അഡ്മിൻ കൺട്രോളർ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ മോഡലിനടുത്ത് നോക്കാം. യൂസർ സ്കീമ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാണ് യൂസർ സ്കീമ. യൂസറിന് എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്, പാസ്വേഡ് ഉണ്ട്. പോരാത്തതിന് നമ്മൾ റോൾ കൂടെ കൊടുക്കുന്നു. ഓക്കെ, റോള് ടൈപ്പ് സ്ട്രിങ്, ഡിഫോൾട്ട് വാല്യൂ യൂസർ, ഡിഫോൾട്ട് ആയിട്ട് യൂസർ ആണ്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്നു ഈനം. ഈനം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈനം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ യൂസർ അല്ലെങ്കിൽ അഡ്മിൻ, ഈ രണ്ട് വാല്യൂ അല്ലാതെ വേറെ ഒന്നിനും ഇവിടെ വരാൻ പറ്റില്ല. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന നോക്കുക. നമ്മുടെ അഡ്മിൻ കൺട്രോൾ ഉണ്ട്, യൂസർ കൺട്രോൾ ഉണ്ട്. ഇവിടെ അഡ്മിൻ റൗട്ട് ഉണ്ട്, യൂസർ റൗട്ട് ഉണ്ട്. ഞാൻ അഡ്മിൻ റൗട്ട്സിൽ വരുന്നു, എന്നിട്ട് ഇവിടുന്ന് അഡ്മിൻ കൺട്രോളറിൽ നിന്ന് കൊണ്ടുവരുന്നു അഡ്മിൻ. ബാക്കിയെല്ലാം സെയിം തന്നെ. അതുകൊണ്ട് അഡ്മിൻ കൺട്രോളറിൽ വരുന്നു. സ്കീമ യൂസർ സ്കീമ തന്നെയാണ്, പക്ഷേ നമ്മളിവിടെ വന്നിട്ട് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, പാസ്വേഡ് കൂടാതെ നമ്മൾ എന്തുകൂടെ കൊടുക്കും? റോള് നമ്മൾ അഡ്മിൻ കൊടുക്കും. കാര്യം യൂസർ കൺട്രോളറിനകത്ത് നമുക്ക് റോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മളിവിടെ ഓൾറെഡി ഡിഫോൾട്ട് വാല്യൂ എന്നും പറഞ്ഞ് റോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ റോള് പാസ് ചെയ്തില്ലെങ്കിലും റോള് യൂസറാണ്. അഡ്മിന് മാത്രം നമ്മൾ എന്ത് ചെയ്യും? റോള് അഡ്മിൻ കൊടുക്കും. അപ്പം അത് കൊടുത്തു. ഓക്കെ, ഇനി ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം process.env.key ഇതെല്ലാം കിട്ടി. ഇപ്പോൾ ഒരാൾ ലോഗിൻ ചെയ്യുന്നു. ഇപ്പോൾ യൂസർ കൺട്രോൾ ഉണ്ട്, അഡ്മിൻ കൺട്രോൾ ഉണ്ട്. അപ്പോൾ യൂസർ കൺട്രോളിലാണെങ്കിൽ നമുക്കറിയാം ഇവിടെ user.id എന്ന് പറയുമ്പോൾ നമുക്ക് ഐ ഡി കിട്ടും. അതുപോലെ യൂസറിൻ്റെ റോള് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? user.role എന്ന് വിളിച്ചാൽ മതി. അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ യൂസറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുമല്ലോ, ആ ഡീറ്റെയിൽസ് നമ്മൾ ടോക്കണിൽ പാസ് ചെയ്യുമല്ലോ, ഇല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെ ഒരാൾ ലോഗിൻ ചെയ്താൽ എന്തൊക്കെ പാസ് ചെയ്യുന്ന നോക്കിയേ? ടോക്കൺ പാസ് ചെയ്യും. ഓക്കെ, കൂടാതെ നമ്മൾ എന്ത് ചെയ്യും? റോൾ കൂടെ പാസ് ചെയ്യും. റോൾ എന്ന് പറഞ്ഞാൽ user.role, അഡ്മിൻ ആയിക്കോട്ടെ. അതുപോലെ നമ്മൾ ടോക്കണിൽ പാസ് ചെയ്യണമെന്നില്ല, പകരം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ പാസ് ചെയ്യാം. റോൾ user.role, അഡ്മിൻ കൺട്രോളിലുണ്ട്, യൂസർ കൺട്രോളിലുണ്ട്. ഓക്കെ, അതായത് ഒരാൾ ഇനി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ടോക്കണിനകത്ത് അയാളുടെ റോളൂടെ പാസ്സാവും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെക്ക് ടോക്കൺ ഉണ്ടല്ലോ, ചെക്ക് ടോക്കണിൽ വന്നിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ അവിടെ വരുന്നു, ചെക്ക് ടോക്കണിൽ വരുന്നു, എന്നിട്ട് നമ്മൾ ടോക്കൺ സ്പ്ലിറ്റ് ചെയ്യുന്നു. നമ്മൾ ടോക്കൺ കിട്ടും. അപ്പോൾ നമ്മൾ ഈസ് വാൾഡ് കൺസോൾ ചെയ്ത് നമ്മൾ നെക്സ്റ്റിലേക്ക് പോയില്ല. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ടോക്കണിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളിവിടെ ഒരു റൗട്ട് എഴുതിയായിരുന്നു, അതായത് എന്താ? ബുക്ക് റൗട്ട്. അതായത് ബുക്ക് റൗട്ടിനകത്ത് നമ്മൾ ബുക്കിന്റെ ഗെറ്റിൽ നമ്മൾ ചെക്ക് ടോക്കൺ എഴുതിയിട്ടുണ്ട്. അതായത് ബുക്കിന്റെ ഗെറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ടോക്കൺ പാസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് അൺകമന്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഞാൻ പോസ്റ്റ്മാൻ ഉപയോഗിക്കാം, ഫ്രണ്ട് എൻഡ് ഉപയോഗിക്കുന്നില്ല. പോസ്റ്റ്മാൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ ഡാറ്റാബേസ് നിർത്തി നോക്കട്ടെ.
അത് യൂസേഴ്സ് ഉണ്ട്, ഒരു യൂസർ ഉണ്ട്. ഓക്കെ, ഞാൻ യൂസറിനെ ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ യൂസറായിട്ട് ലോഗിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, സൈനപ്പ് ചെയ്യുന്നു, എല്ലാം ഓക്കെ. വിഷ്ണുദേവ് രവി, വിഷ്ണുയാർ. ഓക്കെ, ഞാൻ അവിടെ സെൻഡ് അടിക്കുന്നു. യൂസർ സൈൻഡ് അപ്പ് സക്സസ്ഫുള്ളി. ഓക്കെ, സൈൻഡ് അപ്പ് ആയി. ഞാൻ ഇവിടെ വേണ്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഞാൻ സൈനപ്പ് ചെയ്തപ്പോൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, പാസ്വേഡ് എല്ലാം വന്നു. റോളായിട്ട് യൂസർ എന്ന് കയറി, കണ്ടോ? റോളായിട്ട് യൂസർ. അപ്പോൾ ഇതിൻ്റെ URL നോക്കിയേ, /API/user/signup. ഓക്കെ, നമ്മളിനി ഇതുപോലെ തന്നെ അഡ്മിനിൽ സൈനപ്പ് ചെയ്യാൻ വേണ്ടി അഡ്മിൻ്റെ റൗട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്കിനി അതിനോട് ഒന്ന് കണക്ട് ചെയ്യണം. /admin/admin routes. ഓക്കെ, ഇനി നമുക്ക് അഡ്മിനായിട്ടൊന്ന് ലോഗിൻ ചെയ്യാം, സൈനപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ /user/ അല്ല /admin/. ഞാൻ മാറ്റാം. john@gmail.com, ഇതാണ് അഡ്മിൻ്റെ URL. സെൻഡ് അടിക്കുന്നു. യൂസർ സൈൻഡ് അപ്പ് സക്സസ്ഫുൾ എന്ന് കിട്ടി. ഞാൻ ഇനി നമ്മുടെ ഡാറ്റാബേസ് ഒന്ന് നോക്കുവാണെങ്കിൽ ഡാറ്റാബേസിനകത്ത് ഇപ്പോൾ 2 യൂസേഴ്സ് ഉണ്ട്. ഒരു യൂസർ എന്താ, അയാളുടെ റോള് യൂസറിനും അടുത്ത ജോണിൻ്റെ റോള് അഡ്മിനുമാണ്. ഇപ്പോൾ 2 റോളുള്ള ആൾക്കാർ വന്നു. ഇതാണ് റോൾ ബേസ്ഡ് ഒതന്റിക്കേഷൻ. നമ്മൾ 2 റോളുള്ള ആൾക്കാരെ സൈനപ്പ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇതിപ്പോൾ ഇത്ര ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ റോൾ വെച്ച് ഒതന്റിക്കേറ്റ് ചെയ്ത് മനസ്സിലായോ? ബാക്കിയുള്ളവർക്കോ? ഓക്കെ, അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് ഇത്രേ ഉള്ളൂ. ഇനി ഇത്രേ ഉള്ളൂ, ഇത് നോക്കിക്കോ നിങ്ങൾ. അതായത് എങ്ങനെ റോൾ ബേസ്ഡ് ഒതന്റിക്കേഷൻ ചെയ്യാം. അതായത് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ റൗട്ട്സ് ഉണ്ട്. നമുക്കിവിടെ ബുക്ക് റൗട്ട്സ് ഉണ്ട്. ഓക്കെ, ബുക്ക് ഗെറ്റ് ചെയ്യുന്ന റൗട്ട് ഉണ്ട്, അതുപോലെ ബുക്ക് പോസ്റ്റ് ചെയ്യുന്ന റൗട്ട് ഉണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യാൻ വെച്ചാൽ ഈ ബുക്ക് ഗെറ്റ് ചെയ്യുന്ന റൗട്ട് അഡ്മിനും യൂസറിനും ഉപയോഗിക്കാം. പക്ഷെ ബുക്ക് പോസ്റ്റ് ചെയ്യുന്ന റൗട്ട് അഡ്മിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ബുക്ക് ഒന്ന് ഗെറ്റ് ചെയ്യാം. ബുക്ക് ഗെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സെൻഡ് അടിക്കുന്നു. അപ്പോൾ URL നോട്ട് ഓതറൈസ്ഡ് എനിക്ക് കിട്ടി, കാര്യം ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല, എനിക്ക് ടോക്കൺ വന്നിട്ടില്ല ഇല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാനിവിടെ വന്നിട്ട് ബാക്കി എല്ലാം ഒന്ന് വരട്ടെ. ഓക്കെ, അത് മാത്രം മതി. നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് ബുക്ക് ഗെറ്റ് ചെയ്യാനുള്ള റൗട്ട്. ഇത് നമ്മൾ സെൻഡ് അടിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല, കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ ചെക്ക് ടോക്കൺ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തും, ടോക്കൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, ടോക്കൺ വാലിഡ് ആണോ ചെക്ക് ചെയ്യും, എന്നാൽ മാത്രമേ കടത്തിവിടും. അപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്യുന്നു, ഞാനിവിടെ യൂസറായിട്ട് ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ടോക്കൺ കിട്ടി. ഞാൻ ഈ ടോക്കൺ എന്ത് ചെയ്യുന്നു, വെച്ചിട്ട് ലോഗിൻ ചെയ്യാണ്. സെൻഡ് അടിക്കുന്നു. അപ്പോൾ എനിക്ക് ബുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ ഇതാണ് ബുക്കിൻ്റെ ഗെറ്റ് റൗട്ട്. ബുക്കിൻ്റെ പോസ്റ്റ് റൗട്ട് എടുക്കുന്നു. ഓക്കെ, പുതിയൊരു ബുക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ അവിടെ വരുന്നു, ഞാൻ സെൻഡ് അടിക്കുന്നു. ബുക്ക് വാലിഡേഷൻ ഫെയിൽഡ്. എന്തൊക്കെ ഓതാറിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. നോക്കട്ടെ, ഓതർ ഒബ്ജക്റ്റ് ഐഡി ആണല്ലേ. ഓതറിനെ ഗെറ്റ് ചെയ്യാം. നമ്മൾ ഓതറിനെ ഗെറ്റ് ചെയ്തു, ഓതറിൻ്റെ ID കിട്ടി. നമ്മളത് വെച്ച് വേറൊരു ബുക്ക് പോസ്റ്റ് ചെയ്യണം.
ഓക്കെ, പോസ്റ്റായി. അതായത് ഞാനിപ്പോൾ ലോഗിൻ ആയി നിൽക്കുന്നത് യൂസറായിട്ടാണ്. യൂസറായിട്ട് ലോഗിൻ ചെയ്തിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ബുക്ക് പോസ്റ്റ് ചെയ്യാനും പറ്റി, ഗെറ്റ് ചെയ്യാനും പറ്റി. അപ്പോൾ ഞാൻ ഇനി ഇതിന് പകരം എങ്ങനെ റോൾ ബേസ്ഡ്, അതായത് യൂസറിനെ ഗെറ്റ് ചെയ്യാൻ അഡ്മിനും യൂസറിനും ബുക്ക് ഗെറ്റ് ചെയ്യാൻ അഡ്മിനും യൂസറിനും പറ്റണം. പക്ഷേ ബുക്ക് പോസ്റ്റ് ചെയ്യാൻ യൂസറിന് പറ്റരുത്. അഡ്മിനായിട്ട് ലോഗിൻ ചെയ്താൽ മാത്രമേ പറ്റാവുള്ളൂ. ഓക്കെ, ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നോക്കിക്കോ. അതായത് നമുക്കറിയാം നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യുന്നു. നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കിട്ടും നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെക്ക് ടോക്കണിനകത്ത് നമ്മുടെ ടോക്കണിനകത്ത് നമ്മൾ എന്തൊക്കെ പാസ് ചെയ്യും? ID പാസ് ചെയ്യും, റോള് പാസ് ചെയ്യും, ഇതെല്ലാം പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് പുതിയൊരു മെത്തേഡ് ഉപയോഗിക്കാൻ പോകണം. ഓക്കെ, അതായത് ഞാനിവിടെ ചെക്ക് ടോക്കൺ കോൾ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുന്ന് തീരുമാനിക്കാൻ പറ്റണം ഈ സാധനം, ഈ റൗട്ട് ആർക്കൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അഡ്മിനി ഇപ്പം നമുക്ക് ആകെ 2 റോളാണ് ഉള്ളത്. നമ്മുടെ റോൾസ് ഏതൊക്കെയാണ്? ഒന്ന് യൂസർ റോള്, ഒന്ന് അഡ്മിൻ റോള്. 2 റോളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തീരുമാനിക്കാൻ പറ്റണം ഈ ഒരു പർട്ടിക്കുലർ റൗട്ട് ആർക്കൊക്കെ ആക്സസ് ചെയ്യാം. അഡ്മിൻ ആക്സസ് ചെയ്യാൻ പറ്റുമോ, യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റുമോ, അത് രണ്ടുപേർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇത് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യണം ഈ റൗട്ട് ആർക്കുള്ളതാണ്. ചെക്ക് ടോക്കൺ നമ്മളിവിടെ പാസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? ഒരു റിക്വസ്റ്റ് വരുമ്പം ആദ്യം ചെക്ക് ടോക്കണിൽ കയറും. ചെക്ക് ടോക്കണിൽ കയറിയിട്ട് ടോക്കൺ ചെക്ക് ചെയ്യും. എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നെക്സ്റ്റ് അടിക്കും. അതായത് ഈ ഫംഗ്ഷൻ കോൾ ആവും. അതല്ല എങ്കിൽ ഇവിടുന്ന് തന്നെ റെസ്പോൺസ് ആവും യു ആർ നോട്ട് ഓതറൈസ്ഡ്. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു കാര്യം ഇവിടെ ചെക്ക് ചെയ്യണം. അതായത് ചെക്ക് ടോക്കൺ ഉണ്ട്, അതെല്ലാം ഓക്കെ ആണ്. പക്ഷേ ഈ പർട്ടിക്കുലർ റൗട്ട് ഏതൊക്കെ റോളിനാണ് ആക്സസബിൾ? അഡ്മിനും യൂസറിന് ആക്സസിബിൾ ആണോ, അഡ്മിന് മാത്രമേ ആക്സസിബിൾ ആയിട്ടുള്ളോ, യൂസറിന് മാത്രമേ ആക്സസിബിൾ ആയിട്ടുള്ളോ, ഇതുകൂടെ നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ചെക്ക് ടോക്കണിനെ ഇവിടെ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് എന്ത് ചെയ്യണം? ഇവിടുന്ന് റോളൂടെ പാസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ ചെക്ക് ടോക്കൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് അപ്പം ഇത് എന്താ? ഇത് റൗട്ട്, രണ്ടാമത്തത് മിഡിൽ വെയർ, മൂന്നാമത്തത് ഒരു ഫംഗ്ഷൻ, കോൾ ബൈ ഫംഗ്ഷൻ. അപ്പം നമ്മൾ ഒരു മിഡിൽ വെയർ ഫംഗ്ഷൻ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഫംഗ്ഷനിലേക്ക് ഈ റോള് ഇതിന് കറന്റ് ഈ ഒരു പർട്ടിക്കുലർ റൗട്ടിന് ഏത് റോളാണ് പറ്റുക, ഏതൊക്കെ റോളിന് പെർമിഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇവിടുന്ന് പാസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കോൾ ചെയ്ത് പാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നിക്കുള്ള റോൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അറയിലിട്ട് പാസ് ചെയ്യാം. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പാസ് ചെയ്യുന്നു, യൂസർ കോമ അഡ്മിൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോജിക്ക്. ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഈ പർട്ടിക്കുലർ ചെക്ക് ടോക്കൺ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഈ ഒരു പർട്ടിക്കുലർ റൗട്ട് നമ്മുടെ യൂസറിന്റെ ബുക്കിന്റെ ഗെറ്റ് റൗട്ട്, ഇത് ബുക്കിന്റെ ഗെറ്റ് റൗട്ട് ആണ്. ഈ ബുക്കിന്റെ ഗെറ്റ് റൗട്ട് യൂസറിനും അഡ്മിനും ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അഡ്മിന് മാത്രം കൊടുത്താൽ അഡ്മിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ യൂസറിന് മാത്രം കൊടുത്താൽ യൂസറിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അപ്പം പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെക്ക് ടോക്കണിനെ കോൾ ചെയ്യാൻ പറ്റില്ല. കാര്യം ഇവിടുത്തെ രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ കോൾ അല്ല പാസ് ചെയ്യുക, ഫംഗ്ഷനെയാണ് പാസ് ചെയ്യേണ്ടത്. ഫംഗ്ഷൻ കോൾ പാസ് ചെയ്താൽ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ വരിക, അതായത് അൺഡിഫൈൻഡ് ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ, ഇവിടെ നമുക്ക് ഫംഗ്ഷൻ കോള് പാസ് ചെയ്യാൻ പറ്റില്ല, ഫംഗ്ഷനെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഒരു കോൾ ബാക്ക് ആയിട്ട് എഴുതാം. അതായത് ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് എന്താ? ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് ഈ ഫംഗ്ഷനെയാണ്. ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ കോൾ ആയാലേ ഇതിനകത്തുള്ള ഈ ഫംഗ്ഷൻ കോൾ ആവുള്ളൂ. അതുകൊണ്ട് നമുക്കിത് ഓക്കെയാണ്. കാര്യം റിക്വസ്റ്റ് വരുമ്പോൾ ഈ ഫംഗ്ഷൻ വർക്കാവും. ഈ ഫംഗ്ഷൻ വർക്കാവുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഈ ഫംഗ്ഷൻ കോൾ ആവും. അതല്ലാതെ ഈ ഫംഗ്ഷൻ കോൾ വർക്കാവില്ല. നമ്മൾ ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുള്ള. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ ഈ എഴുതിയേക്കുന്നത്? ഇതൊക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇവിടുന്ന് ചെക്ക് ടോക്കൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് യൂസറിനും അഡ്മിനും പറഞ്ഞ് പാസ് ചെയ്താൽ യൂസറും അഡ്മിനും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ യൂസർ എന്ന് പറഞ്ഞാൽ മാത്രം പാസ് ചെയ്താൽ യൂസറിന് മാത്രമേ പറ്റുള്ളൂ, അഡ്മിൻ എന്ന് പറഞ്ഞാൽ പാസ് ചെയ്താൽ അഡ്മിന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മൾ ലോജിക്ക്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ എനിക്കറിയാം ഓക്കെ ഇവിടെ നമ്മൾ ഇങ്ങനെ എടുക്കുന്നതിനകത്തൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി റിക്വസ്റ്റും റെസ്പോൺസും നെക്സ്റ്റും വരും. ഓക്കെ, അപ്പോൾ അതിവിടെ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തു നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനെയല്ല പാസ് ചെയ്യാൻ, അതിന് പകരം വേറെ രീതിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആവശ്യം ഇത്രേ ഉള്ളൂ, ഇവിടെ രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് ഒരു ഫംഗ്ഷനാണ് വരേണ്ടത്. ഇവിടെ ഫംഗ്ഷനാണ് വരേണ്ടത്.
ഫംഗ്ഷൻ കോൾ അല്ല. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കണേ. ഞാനിവിടെ ചെക്ക് ടോക്കണിനെ കോൾ തന്നെ ചെയ്യും. ചെക്ക് ടോക്കൺ ഞാൻ കോൾ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ അതിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ റോളായിട്ടുള്ള അഡ്മിനെയും അതുപോലെ യൂസറിനെയും പാസും ചെയ്യും. പക്ഷേ നമ്മൾ ചെക്ക് ടോക്കണിൽ ഒരു മാറ്റം വരുത്തും. ഇവിടെ വരും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിയോ, നമ്മൾ ഇവിടെ വന്നിട്ട് ചെക്ക് ടോക്കണിനെ നമ്മൾ ഇങ്ങനെ എഴുതും. ഞാൻ എന്താ എഴുതുന്ന നോക്കണേ. ഇവിടെ ചെക്ക് ടോക്കൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതായി. എന്നിട്ട് ഇവിടെ വന്നിട്ട് റിട്ടേൺ. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കി. ഞാൻ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഈ ചെക്ക് ടോക്കൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതാണ്, ഇതും ഇത്രയും. അതിനകത്തുള്ള മറ്റൊരു കോഡാണ് ഇത്. അതായത് ചെക്ക് ടോക്കൺ ഞാൻ കോൾ ചെയ്താൽ ഈ ചെക്ക് ടോക്കൺ എന്ത് റിട്ടേൺ ചെയ്യും, ഈ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യും. അതായത് ഇവിടേക്ക് ആക്ച്വലി വരാൻ പോകുന്നത്, റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഫംഗ്ഷൻ കോൾ അല്ല, ഈ ഫംഗ്ഷനാണ്. അതുകൊണ്ട് ആ കോൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം നമ്മൾ ഒഴിവാക്കി. അതായത് നമ്മൾ ഇവിടെ ചെക്ക് ടോക്കണിനെ ഇവിടെ നമ്മൾ ചെക്ക് ടോക്കൺ വിളിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ റോളിന് പറ്റും എന്നുള്ള കാര്യം ഇവിടുന്ന് പാസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെക്ക് ടോക്കണിനെ കോൾ ചെയ്തു, അതിലേക്ക് അഡ്മിനെ യൂസറിനെയും പാസ് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ടോക്കൺ ഇവിടെ കോൾ ചെയ്തു. അപ്പോൾ ഇവിടെ സാധാരണ റിട്ടേൺ ആയി വരുന്നത് അൺഡിഫൈൻഡ് ആയതുകൊണ്ടാണ് മറ്റേ ഇഷ്യൂ ഉണ്ടാവുന്നത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടുന്ന് ചെക്ക് ടോക്കൺ കോൾ ചെയ്യുമ്പോൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത് നോക്കിയേ, എന്താണെന്ന് നോക്കിയേ, നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് മറ്റൊരു ഫംഗ്ഷനെയാണ്. അപ്പോൾ മറ്റൊരു ഫംഗ്ഷനെ നമ്മൾ അവിടുന്ന് റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരിക ആ ഫംഗ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ കിട്ടേണ്ടത് ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ കോളിനല്ല. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ചെക്ക് ടോക്കൺ കോൾ ചെയ്യുമ്പോൾ ഇവിടുന്ന് അഡ്മിൻ യൂസർ എന്ന് പറഞ്ഞ നമ്മുടെ റോൾ പാസ് ചെയ്തു. ആ റോൾസ് നമുക്ക് ഇവിടെ കിട്ടും. ഈ പറഞ്ഞത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഋഷൻ, അമർജിത്ത്, അമൽ, ജിസ്റ്റോ, ഋഷൻ, റോഷൻ, ഓക്കെ, സൗരഭ്, ശ്രീത്, സഹിത്, ഓക്കെ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ ടോക്കൺ വെരിഫൈ ചെയ്യും. നമ്മൾ ടോക്കൺ വെരിഫൈ ആയി നമ്മൾ നെക്സ്റ്റ് അടിച്ച് വിടുകയാണ് പതിവ്. ഓക്കെ, പകരം നമ്മൾ ഒരു കാര്യം ചെക്ക് ചെയ്യും, നമ്മുടെ ടോക്കണിനകത്തുള്ള റോളും അതുപോലെ ഇവിടുന്ന് കിട്ടിയ റോളും ഈക്വൽ ആണോ, സെയിം ആണോ ചെക്ക്. അത് നോക്കിയേ, ഇതിന്റെ ഐഡിയ ബേസിക് ആണ്. ഇത്രേ ഉള്ളൂ സംഭവം. അതായത് ഞാനൊരു യൂസറായിട്ട് ലോഗിൻ ചെയ്തു. ഞാൻ യൂസറായിട്ടാണ് ലോഗിൻ ചെയ്തതെങ്കിൽ എനിക്ക് കിട്ടുന്ന ടോക്കണിനകത്ത് ഉള്ള റോള് യൂസറിനായിരിക്കും, ആണല്ലോ. ഓക്കെ, ഞാൻ ഇനി ബുക്ക് ഗെറ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് അയക്കുന്നു. അപ്പോൾ ബുക്ക് ഗെറ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് അയക്കുമ്പോൾ നമ്മൾ റിക്വസ്റ്റിൻ്റെ കൂടെ ടോക്കണോടെ പാസ് ചെയ്യണം, അല്ലേ? അപ്പം ഞാൻ ഈ ബുക്ക് ഗെറ്റ് ചെയ്യുന്ന റൗട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്, ഈ റൗട്ടിൽ അഡ്മിനും യൂസറിനും ആക്സസ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ റിക്വസ്റ്റ് അയക്കുമ്പോൾ എൻ്റെ റിക്വസ്റ്റിനകത്ത് ടോക്കൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടോക്കണിനകത്തുനിന്ന് ഞാൻ റോൾ എടുക്കും. റോൾ എടുത്തിട്ട്, അപ്പോൾ ടോക്കണിലുള്ള റോൾ യൂസറിനാണല്ലോ, റോൾ എടുക്കും. റോൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഇവിടുത്തെ റോളുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. ഇവിടുത്തെ റോളിനകത്ത് ഈ യൂസർ എന്ന് പറഞ്ഞ റോൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ കടത്തി വിടും, ഇല്ലെങ്കിൽ വിടത്തില്ല. വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ ഈ ചെക്ക് ടോക്കൺ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബുക്ക് പോസ്റ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ എഴുതുന്നു. എന്നിട്ട് നമ്മൾ അവിടെ കൊടുക്കുന്നു അഡ്മിൻ മാത്രം. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത്, ഞാൻ ലോഗിൻ ചെയ്യുന്ന ആരായിട്ട്, അഡ്മിനായിട്ട്, സോറി യൂസറായിട്ട്. ഞാൻ യൂസറായിട്ട് ലോഗിൻ ചെയ്തു. അപ്പോൾ എനിക്ക് ലോഗിൻ ചെയ്തപ്പോൾ എനിക്ക് ടോക്കൺ കിട്ടി. എൻ്റെ ടോക്കണിനകത്തുള്ള റോള് യൂസർ എന്നാണ്. ഓക്കെ, എൻ്റെ ടോക്കണിലുള്ള റോള് യൂസർ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ടോക്കൺ കിട്ടി. ഞാൻ ഇനി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് അയക്കുമ്പോൾ ഞാൻ ടോക്കൺ എന്ത് ചെയ്യും, ഈ ടോക്കൺ ആണ് സെൻഡ് ചെയ്യുക. പോസ്റ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് അയക്കുമ്പോൾ ഞാൻ ഈ ടോക്കൺ ആണല്ലോ സെൻഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ടോക്കൺ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ടോക്കൺ എവിടെ കിട്ടും, ഈ ടോക്കൺ നമ്മുടെ ഈ ഒരു റൗട്ടിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ചെക്ക് ടോക്കണിലേക്ക് കയറും. ചെക്ക് ടോക്കണിലേക്ക് കയറുമ്പോൾ ഞാൻ ഇവിടുന്ന് പാസ് ചെയ്തിരിക്കുന്ന അഡ്മിനാണ്. എൻ്റെ ടോക്കണിലുള്ള റോള് യൂസറാണ്. അത് മാച്ച് ചെയ്യുമ്പോൾ മാച്ച് ആവത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, കടത്തി വിടത്തില്ല, പകരം യു ആർ നോട്ട് ഓതറൈസ്ഡ് എന്ന് പറയും. അപ്പം നോക്കിക്കോ, അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു കണ്ടീഷൻ എഴുതും. നമ്മൾ ഈസ് വാൾഡ് ചെക്ക് ചെയ്തല്ലോ. അപ്പോൾ ഈസ് വാൾഡിനകത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ടോക്കൺ കിട്ടും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഈസ് വാൾഡ് ചുമ്മാ ഇത് കാണാൻ വേണ്ടി ഹലോ എന്ന് കൊടുത്തു.
എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ഗെറ്റ് റിക്വസ്റ്റ് അയക്കുകയാണ്. ഗെറ്റ് റിക്വസ്റ്റ് അയച്ചു. ഈസ് വാൾഡ് പ്രിന്റ് ആയി. ഈസ് വാൾഡിനകത്ത് എന്തൊക്കെയുണ്ട്? ID ഉണ്ട്, റോൾ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഈസ് വാൾഡിനകത്ത് റോൾ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇഫ് ഈസ് വാലിഡ് ഡോട്ട് റോൾ. ഓക്കെ, നമ്മുടെ ആവശ്യം നമ്മളിവിടെ റോൾസ് എന്നും പറഞ്ഞ് സെൻഡ് ചെയ്യുന്നുണ്ട്. ഈ റോൾസ് എന്നും പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് അറേ ആണ്. അപ്പം നമ്മൾ എന്ത് വെച്ചാൽ നമ്മുടെ ടോക്കണിലുള്ള റോള് ഈ അറയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതായത് നമ്മളിവിടെ വേണ്ടത് എന്ത് വെച്ചാൽ റോൾസ് ഡോട്ട് ഇൻക്ലൂഡ്സ് ഓഫ് ഈസ് വാലിഡ് ഡോട്ട് റോൾ. ഈസ് വാലിഡിനകത്തുള്ള റോള് ഈ അറയിലുണ്ടോ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഇൻ കേസ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് റിട്ടേൺ ചെയ്യണം യു ആർ നോട്ട് ഓതറൈസ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു നോട്ട് കൂടെ കൊടുക്കുന്നു. നോട്ട്. ഓക്കെ, അതായത് ഇത്രയുള്ള സംഭവം നമ്മൾ ആ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ടോക്കണിനകത്തുള്ള റോള് ഈ റോളിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്തുള്ള റോള് നമ്മുടെ ടോക്കണിൽ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ പറയും യു ആർ നോട്ട് ഓതറൈസ്ഡ്. അതിനാണ് റോൾസ് ഡോട്ട് ഇൻക്ലൂഡ്സ്. അതായത് റോൾസിനകത്ത് നമ്മുടെ സെൻഡ് ചെയ്യുന്ന റോള് ഇല്ല എങ്കിൽ, അതിനാണ് നോട്ട് കൊടുത്തേക്കുന്നത്. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യു ആർ നോട്ട് ഓതറൈസ്ഡ് ചെയ്യും. അതായത് നോക്കിക്കോണേ, ഞാൻ ഇവിടുന്ന് ഗെറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് അയക്കുന്നു. എനിക്ക് കിട്ടിയല്ലോ. ഞാൻ അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് അയക്കുന്നു. എന്താ കാണിച്ചേ? യു ആർ നോട്ട് ഓതറൈസ്ഡ്. കാര്യം എന്താ? കാര്യം ഞാൻ പോസ്റ്റ് ചെയ്യാനുള്ള റോളിൽ ഞാൻ കൊടുത്തേക്കുന്നത് നോക്കിയേ, ഞാനിവിടെ അഡ്മിനെയാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ? ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് അഡ്മിനി യൂസറുമാണ്. പോസ്റ്റ് ചെയ്യാനുള്ള റോളിൽ ഞാൻ അഡ്മിനാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇനി അത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗെറ്റ് ചെയ്യുന്ന റോളിനകത്ത് ഞാൻ യൂസറിനെ മാറ്റി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ലോഗിൻ ചെയ്തേക്കുന്ന യൂസറായിട്ടാണ്. ഞാൻ യൂസറായിട്ട് ലോഗിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഗെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് യു ആർ നോട്ട് ഓതറൈസ്ഡ് കിട്ടും. കണ്ടോ? പക്ഷെ ഞാൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസർ മാറ്റിയിട്ട് ഞാൻ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്യുന്നു. അപ്പം എനിക്ക് ടോക്കൺ കിട്ടി. ഓക്കെ, ഞാൻ ആ ടോക്കൺ കോപ്പി ചെയ്യുന്നു. ആ ടോക്കൺ കോപ്പി ചെയ്തിട്ട് ഞാൻ ഗെറ്റ് ചെയ്യാന്ന് വെച്ചോ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. അതായത് ഇപ്പം നമ്മൾ റോൾ ബേസ്ഡ് ഒതന്റിക്കേഷൻ നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാ റൗട്ടിലും പോയിട്ട് ചെക്ക് ടോക്കൺ കോൾ ചെയ്തു. ചെക്ക് ടോക്കൺ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു ഏതൊക്കെ റോളിന് ഈ റൗട്ട് ആക്സസ് ചെയ്യാം. അഡ്മിൻ യൂസർ എന്ന് കൊടുത്താൽ അഡ്മിൻ യൂസറിന് ആക്സസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടോക്കണിനകത്ത് റോൾ പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ടോക്കണിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ടോക്കണിലുള്ള റോളും നമ്മുടെ പെർമിഷനിലുള്ള റോളും മാച്ച് ആവുന്നുണ്ടോ. ഉണ്ടെങ്കിൽ നമ്മൾ കടത്തി വിടും, ഇല്ലെങ്കിൽ നമ്മൾ യു ആർ നോട്ട് ഓതറൈസ്ഡ് എന്ന് പറഞ്ഞ് സെൻഡ് ചെയ്യും. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്?